ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ഈ മലബാറിൽ പ്രത്യേകിച്ചും. എത്ര മഹല്ലുകൾ രണ്ടായി, പള്ളികളിൽ അടി നടന്നു, ഇന്നും പൂട്ടിക്കിടക്കുന്ന പള്ളികളുണ്ട്, കൊലപാതകം തന്നെ നടന്നു ഇവിടെ, ഊരുവിലക്കുകൾ സജീവമായി. ഇതൊക്കെ നടന്നതിനാ? ആ ഒരു അബദ്ധം ചെയ്തതിന്റെ പേരിലാണ്. ആ അബദ്ധം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ഉസ്താദിനെ അംഗീകരിച്ച് ആ നൃത്തം നിന്നിരുന്നുവെങ്കിൽ ഇപ്പറഞ്ഞ ഒരു ഫിതനയും ഇവിടെ ഉണ്ടാവില്ല. അതാ മൂപ്പർക്ക് കരച്ചിൽ വരുന്നത്. മൂപ്പര് പറയാതെ പറയുന്ന എന്താ, ഞാൻ ഇത് വിട്ടിരിക്കുന്നു കേട്ടോന്നാണ്. ഈ സാധനം തന്നെ അബദ്ധമായി പോയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയിക്കോളി എന്നാ പറയുന്നത്. അതാണല്ലോ അതിന്റെ അർത്ഥം. പോലെ ചർച്ച ചെയ്യണം, ആ കരച്ചിൽ വിടേണ്ടില്ലേ എന്നാ. നിങ്ങൾ വിചാരിച്ചല്ല നടക്കുക. എന്തിവിടെ നടക്കണമെന്ന് തീരുമാനിക്കുന്നവർ ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങളെ പിടുത്തത്തിലല്ല. ലൈവ് വേണ്ടാന്ന് തീരുമാനിച്ചു, പക്ഷേ വേണ്ട സാധനം ഇങ്ങോട്ട് വന്ന്. അതല്ലേ ഇവിടെ ഉണ്ടായത്. ഇനി നമ്മൾ ആ പിളർപ്പിന്റെ ശേഷം നടന്ന സംഭവങ്ങൾ, എന്തൊക്കെ വർത്താനങ്ങൾ പറഞ്ഞിരുന്നത്, ഈ അടുത്ത കാലം വരെ പറഞ്ഞ സംഗതി എന്തൊക്കെയാണ്, നമ്മളത് അരീക്കാട് വെച്ച് കുറച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയാം. കാരണം പിളർപ്പോടുകൂടി ഇവിടെ ഉണ്ടായ മുസീബത്തുകൾ എത്രത്തോളം അറിയാം. ഇന്നിപ്പോ ഉസ്താദ് കരയാണ്. ഇവര് പ്രചരിപ്പിച്ചിരുന്നത് ഈ പിളർപ്പ് അനുഗ്രഹമായി. നേരെ എതിരല്ലേ. അനുഗ്രഹമായൊരു സംഗതിയാണെങ്കിൽ കരയണോ? അബദ്ധം ബോധ്യപ്പെട്ടിട്ടല്ലേ ആ കരച്ചിൽ. ഈ കുട്ടി നേതാക്കൾ പഠിപ്പിച്ചത് മുഴുവനും അബദ്ധമായിരുന്നു എന്ന് വ്യക്തം. 37 കൊല്ലത്തെ ചരിത്രം മുഴുവനും ഇവർക്കെതിരായി മാറും. അവരാലോചിക്കാഞ്ഞിട്ടാണ് ആ കരച്ചിലിലൂടെ എന്താ അവിടെ സംഭവിച്ചത്. എന്തൊക്കെ വിടലായിരുന്നു നിങ്ങൾ വിട്ടിരുന്നത്. അസ്ലു സംശുലമയാണ്, അവിടേക്ക് മടങ്ങല്ലാതെ രക്ഷല്ല. ഓരോരോ പ്രസംഗം ഞാൻ കേൾപ്പിച്ചുതരാം. കൂറ്റമ്പാറ ആദ്യം വന്നോട്ടെ. അയാളാളോ അനുഗ്രഹം എന്ന് പറഞ്ഞു. ത്തിന്റെ സമസ്തന്റെ ഇതിൽ നല്ലൊരു പിളർപ്പ് നടന്നു അല്ലേ. സൗഭാഗ്യകരമായ ഒരു പിളർപ്പ് എന്നാണ് ഞാൻ അതിനെ പറ്റി വിശ്വസിക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്ത് പറയും, ദൗർഭാഗ്യകരമായ പിളർപ്പ് എന്ന് പറയും. ഓന് വിവരത്തെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. സൗഭാഗ്യകരമായ പിളർപ്പാണോ അല്ലേ? അല്ലാഹു റബ്ബി, ഈ പിളർപ്പ് ഉണ്ടായതുകൊണ്ട് എത്ര ഗുണമായി നിങ്ങൾ വിചാരിച്ചു? അയാൾക്കുണ്ടായിട്ടുണ്ട് ഗുണം. അയാളെ ഫാമിലി മൊത്തം ഉയർന്ന ജോലിയിൽ ദുബൈയിൽ ഒടുമുടി ആക്കിയിട്ടുണ്ട്. അയാളല്ല, അതുപോലത്തെ എല്ലാ സാധനങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്. ഒരു ചുക്കും അറിയാതെ നാല് വിടലും വിട്ട് പ്രഭാഷകരായി മാറിയതവലൊക്കെ. സൗഭാഗ്യകരമെന്ന് പറയട്ടെ. എന്താ സൗഭാഗ്യകരം? ശംസുലമയോട് തെറ്റിപ്പോന്നതോ, കണ്ണിയത്ത് ഉസ്താദിന്റെ സംഘത്തിൽ നിന്ന് മാറിപ്പോന്നതോ, ഇനി കൂറ്റമ്പാറത് തിരുത്തുവോ? ഉസ്താദ് കരഞ്ഞല്ലോ ഇവിടെ. പൊളിഞ്ഞില്ലേ നിങ്ങളെ വാദങ്ങളൊക്കെ? എന്താണ് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്? വേറെ സ്ഥലത്ത് അയാൾ പറയുന്നുണ്ട് അള്ളയാണ് പിളർപ്പുണ്ടാക്കിയത്. അവന് എളുപ്പമുള്ള കാര്യമാണ്. പേരോടിപ്പോ പറഞ്ഞ കാര്യം എല്ലാം അള്ളാന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ എല്ലാം അള്ളനാക്കി കളികള്. ഇവിടെ ഇൽമ പഠിപ്പിക്കാൻ മുദർരിസിന്റെ ആവശ്യമില്ലല്ലോ, അള്ളനാണ് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ. ഇപ്പൊ ഗുളികാക്കിയല്ലോ മശായിഖിനൊക്കെ. അത് വേറൊരു വാദം, അതിലേക്ക് വരാം. അപ്പൊ ഇവരിങ്ങനെ ഇതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തൊരു കാലം. അതും കൂടി അയാൾ പറഞ്ഞോട്ടെ. പിളർപ്പുണ്ടായി. അതിപ്പോ അള്ളാഹു തആല പിളർപ്പുണ്ടാക്കിയാൽ നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. ഉണ്ടോ? അതാത് കാലത്ത് ദീൻ ശക്തിപ്പെടാൻ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി അല്ലേ. കേരളത്തിൽ സുന്നത്ത് ജമാഅത്താകുന്ന പന്ത് രണ്ടാളെടുത്ത് കൊടുത്തു. ഒന്ന് ഇ.കെ. ഉസ്താദിന്റെ എടുത്തു, ഒന്ന് എ.പി. ഉസ്താദിന്റെ എടുത്തു അല്ലേ. കേരളം ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും കളി തുടങ്ങി. കളി തുടങ്ങിയപ്പോ നമ്മളെന്തായി? നമ്മളിപ്പോ കളിച്ചിങ്ങാണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ വേൾഡ് കപ്പൊക്കെ നടക്കണോണ്ട് അതിന്റെ ചിന്തയിലാവും. കേരളത്തിൽ 2 പന്തായിട്ട് കളി തുടങ്ങിയാണ് അത്രേ. പക്ഷെ പന്തുള്ളത് വഹാബി പന്താന്ന് മാത്രം പല എഴുത്തുള്ളത്.
ഇ.കെ. ഉസ്താദിനെതിരെ എല്ലാ ആരോപണവും ഉന്നയിച്ച് ഇവിടെ കൊലപാതകം വരെ സൃഷ്ടിച്ച് എല്ലാ നിലക്കും ഭിന്നിപ്പുണ്ടാക്കി എന്നിട്ട് വന്ന് പറയാ അത് അള്ളാഹ് പുലർത്തിയതാവും. ഉസ്താദ് അത് മനസ്സിലാക്കി, അതാ കരഞ്ഞ്. ഇനി ഈ പ്രഭാഷകരൊക്കെ ചെയ്യേണ്ട എന്താണെന്നറിയോ? കരഞ്ഞ് കരഞ്ഞ് കാലങ്ങളോളം കരയണം. ഇ.കെ. ഉസ്താദിന്റെ മദ്ഹ് ഉറക്കെ പറയണം. ഇനി ഞാനൊരു വഴി പറഞ്ഞിറങ്ങക്ക്. 100-ാം വാർഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ മലപ്പുറത്ത്. തൽക്കാലം അതിന്റെ പേരൊന്ന് മാറ്റിയിട്ട് ഒരു കരച്ചിൽ സമ്മേളനം വെച്ചോളി, ഒരു തൗബ സമ്മേളനം. എന്നിട്ട് പണ്ട് സക്കരിയ പറഞ്ഞാൽ ഒരാളിങ്ങനെ വായിച്ചു കൊടുക്കാൻ മറ്റാളിങ്ങനെ തൗബ ചെയ്യാം. എന്നിട്ടെല്ലാരും കൂടി കൂട്ടക്കരച്ചിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു അവലോകനം. അതല്ലേ നിങ്ങളെ അവസ്ഥ? നിങ്ങളിവിടെ അടിസ്ഥാനപരമായ ആരോപണമാണ് ശംസുൽ ഉലമക്കെതിരെ അന്ന് ഉന്നയിച്ചത്. അത് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നിവിടെ വ്യക്തമായില്ലേ? ഹക്കും സത്യവും അതിലില്ല എന്ന് ആ കരച്ചിലിൽ ഇവിടെ വ്യക്തമായില്ലേ? ഇവിടെ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ എന്തായിരുന്നു അവസ്ഥ? എല്ലാ ദിവസവും സമസ്ത വിശദീകരണം പറയാൻ മാത്രം ഉണ്ടല്ലോ. നമ്മളൊക്കെ അത് അനുഭവിച്ച ആളുകളല്ലേ. തല്ല് കിട്ടിയവർ വരെ ഉണ്ടാവും. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു?